ആയിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ ആയി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതല്ലത് അതല്ല നെയ്യാണോ? ആ കൊള്ളാ. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ ബീഫ് തന്നെയാണ്. ഒരു ബീഫ് കറിയാണ് വെക്കുന്നത്. ഇന്ന് ബീഫ് കറി വെക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം ഏകദേശം 1 കിലോളം വരുന്ന ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ പാകത്തിന് ഉപ്പും, പിന്നെ അത്യാവശ്യം എരിവിനുള്ള മുളക് പൊടിയും, കുറച്ച് കറിവേപ്പിലയും ഇവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നോർമലി വെക്കുന്നത് പോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഏകദേശം ഒരു 2 വിസിൽ വരുന്ന വരെയാണ് വേവിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലിട്ട് വേവിക്കില്ല. ചില ബീഫൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ട് 2 വിസിൽ വരുന്ന വരെ നമ്മൾ വേവിച്ചു. ബീഫ് അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കറിക്കുള്ള ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും സവാളയും വഴറ്റിയെടുക്കാം. ആദ്യം അമ്മ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കൊച്ചുള്ളി സവാള ഇടുക. സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ച് വഴറ്റും. പക്ഷെ അമ്മ ആദ്യം ഇതിൻ്റെ വെള്ളം എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയി പോകുന്നതിന് വേണ്ടി ഉള്ളി സവാള മാത്രം ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കും. അതിനുശേഷം പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വീണ്ടും വഴറ്റിയിട്ട് വീണ്ടും അടച്ചു വെക്കും. അപ്പോഴത്തേക്ക് ഉള്ളിലെ വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെയാണ് സാധാരണ അമ്മ വെക്കാറുള്ളത്. നമ്മൾ ഈ സവാളയ്ക്കകത്ത് എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഇത് മൂടി തുറന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുകയും പിന്നെ മൂടി തുറന്ന് വീണ്ടും നല്ല രീതിയിൽ ഇളക്കിയൊക്കെ എടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള ഒക്കെ നല്ല രീതിയിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് 2 വിസിലൊക്കെ അടിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിലേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്. വീട്ടിലമ്മ ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാം. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക്, 3 പച്ചമുളകാണ് ഇട്ടത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ഇനി നമ്മൾ സവാള ഒരുപാട് ഇട്ട് വഴറ്റേണ്ടത്, കാരണം ഓൾറെഡി ഇത് കുക്കായതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മളിനി ബീഫ് തട്ടി ഇടുമ്പോഴത്തേക്ക് അതിൽ കിടന്ന് വെന്തോളുമല്ലോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചതച്ചതാണ് ഇടുന്നത്. നേരത്തെ വേണമെങ്കിൽ ഇടാം, പക്ഷെ അമ്മ ഇപ്പോഴാണ് ഇട്ടത് കേട്ടോ. അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ എല്ലാത്തിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ നമ്മുടെ സവാളയ്ക്കകത്തും നമ്മുടെ ഉരുളക്കിഴങ്ങിനകത്തും എല്ലാത്തിനും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ നമ്മൾ 2 വിസിൽ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് തട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ 2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി വെച്ച് യോജിപ്പിച്ച് വെക്കുക. ഇനി കാണാൻ നമ്മൾ ഓൾറെഡി ഇത് ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ഇട്ടൊന്ന് വേവിക്കേണ്ട, കുറച്ച് നേരം ഇട്ട് വേവിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി ഈ പൊടികളെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പുളിക്ക് വേണ്ടി നമ്മൾ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഈ മൂടി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഒരു രക്ഷയുമില്ല, സൂപ്പറാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട്
കാരണം കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ തീ നല്ല രീതിയിൽ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അമ്മ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും പോലും പക്ഷേ പുള്ളിക്കാരത്തി കഴിക്കില്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിക്കായിട്ട് ഇതാ നമ്മുടെ നല്ല പൊന്നാര മീനും കൂടെ സൈഡിൽ കൂടെ എങ്ങനെ വേവുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോഴും ബീഫ് റെഡിയായോ എന്നറിയാം, ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്ററിന് കൊടുക്കുന്നത്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ ടെസ്റ്റർ കേട്ടോ. ഇയാൾ നോക്കിയിട്ട് അടിപൊളി എന്ന് പറയുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ദേവയ്ക്കാണ് ആദ്യം കൊടുക്കുന്നത്. ദേവ കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ബീഫ് വെക്കുകയാണെങ്കിൽ പിന്നെ അന്ന് നമുക്കൊരു ചീനി ഇല്ലെങ്കിൽ പിന്നെന്താ പറയല്ലേ. അപ്പോൾ ചീനി കുഴച്ചതും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മയുടെ ബീഫ് കറി ആയിരുന്നു. അപ്പോൾ രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടുണ്ടായിരുന്നു. സ്വിച്ചിൽ ഒന്ന് പിടിച്ചപ്പോഴേക്ക് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ രണ്ടുപേരും ഒന്ന് കഴിച്ചു നോക്കി, എന്നിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം അവർ കഴിച്ചതിൻ്റെ ബാക്കി ഞാനും ഒന്ന് കഴിച്ചു. സൂപ്പറായിരുന്നു. അമ്മ ടേസ്റ്റ് പോലും നോക്കില്ല, പക്ഷേ അമ്മ ഇടുന്നതെല്ലാം കറക്റ്റ്, ഉപ്പൊക്കെ കറക്റ്റായിരിക്കും, പക്കയായിരിക്കും. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യാം. അമ്മയുടെ പുതിയ വീഡിയോസൊക്കെ, റെസിപ്പീസൊക്കെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്